ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീസൺ 2 നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു പ്രൊമോ വന്നിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ജയിലിൽ ഓരോരോ ദിവസവും തള്ളി നീക്കുവാണ്. തന്റെ ശിക്ഷ കഴിയാനായിട്ട് ഇനി 6 വർഷം സമയമുണ്ട്. ആ 6 വർഷം ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുന്നില്ല. വിക്രമാണെങ്കിൽ ജയിലിനുള്ളിൽ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കാട്ടോ. ആരില്ലാത്ത സമയത്ത് അടുത്തൊന്നും ആരില്ലെന്ന് ഉറപ്പുവരുത്തിയ വിക്രം അലറി കരയുന്നു പോലും ഉണ്ട്. വേദിയാണെങ്കിൽ അവിടെ നേരെ ആരോടും പറയാതെ സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച്, നാട്ടുകാരെ ഉപേക്ഷിച്ച്, സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടപ്പറപ്പുകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നേരെ പോണത് ആന്ധ്രാപ്രദേശിലേക്കാണ്. ഗർഭിണിയായ വേദക്ക് എവിടെ പോണം, എന്ത് ചെയ്യണം ഒന്നറിയില്ല. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. അങ്ങനെ വേദ ട്രെയിൻ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ തളർന്ന് അവിടെ കുഴഞ്ഞു വീഴുവാണ്. ആ സമയത്താണ് വേദേനെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് ഒരു വേദയുടെ അതേ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണടുത്തേക്ക് വരും കേട്ടോ. വേദന കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് തളിക്കുമ്പോ വേദ എഴുന്നേക്കുന്നുണ്ട്. ശേഷം കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കാണ്. അപ്പോ അവരുടെ ലാംഗ്വേജിൽ എന്തോ സംസാരിക്കുന്നുണ്ട് വേദ എടുത്ത്. അപ്പൊ വേദ തിരിച്ചു സംസാരിക്കുമ്പോ മലയാളിയാണോ എന്ന് ചോദിക്കാണ്. അതേന്ന് പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും അങ്ങനെ പരിചയപ്പെടുക കേട്ടോ. ഇതെന്താ ഇവിടെ ഒറ്റക്ക്, അത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള നിങ്ങളെങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു ഒരു സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചവർ അങ്ങനെ നല്ല സുഹൃത്തുക്കളാകാണ്. അവര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരത്തെയാണ്. അപ്പൊ വേദ ഇങ്ങനെ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നൊരു ആഗ്രഹം പറയുമ്പോഴേക്കും അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വേദനെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കണം. അവരങ്ങനെ ഒരുമിച്ചാണ് അവർ പിന്നെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നത് കേട്ടോ. വേദക്ക് വേണ്ട ആഹാരം, വേദക്ക് വേണ്ട വസ്ത്രങ്ങൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരു ഒറ്റ സുഹൃത്താണ്. അവർ രണ്ടുപേരും കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ബെസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമല്ല നല്ല കൂടപ്പിറപ്പുകളെ പോലെ കഴിയാട്ടോ. പക്ഷെ വേദക്ക് എപ്പോഴും വിക്രത്തിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. വിക്രത്തിന്റെ ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേദയുടെ കയ്യിലുണ്ട്. ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് വേദ നോക്കി പൊട്ടിക്കരയാറുണ്ട് കേട്ടോ. പക്ഷെ വേദ ആരാണെന്നോ, വേദക്ക് ഒരു ഭർത്താവ് ഇന്നാളാണ് ഭർത്താവ് എന്നൊന്നും തന്നെ ആ സുഹൃത്തിനോട് വേദ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു കമ്മീഷണറെയാണ്. പുള്ളിക്കാരന്റെ ഭാര്യയും കൂടി, ഭാര്യയും ഗർഭിണിയാണ്. രണ്ടുപേരും കൂടി ബൈക്കിന് ചുറ്റിക്കറങ്ങുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ആ കമ്മീഷണർക്കും ഭാര്യക്കും നല്ല റോള് തന്നെ പവിത്ര സീസൺ 2 ഉണ്ട് കേട്ടോ. ആ ഭാര്യ ആരാന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ എല്ലാ സീരിയലിലും നമ്മുടെ സൂര്യ ടിവിയിലും മഴവിൽ മനോരമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു നായികയാണ്. അപ്പൊ ആ പുള്ളിക്കാരത്തി ഈ സീരിയലിൽ ഉണ്ട്. എന്തായാലും നല്ലൊരു നായികയാട്ടോ. അപ്പൊ ആ പുള്ളിക്കാരത്തെ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പുള്ളിക്കാരത്തെ വിചാരിച്ച ഈ ഒരു കമ്മീഷണർ ആയിട്ടുള്ള ഭർത്താവ് വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്ന ഭാഗവും കാണിക്കുന്നുണ്ട്. ഒരു ശോക ആയിട്ടുള്ളൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് കരയുന്ന ഭാഗമാണ് കാണിക്കുന്നത്. വിക്രമാണെന്നുണ്ടെങ്കിൽ ജയിലിൽ കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് തന്റെ വേദ എവിടെയായിരിക്കും, തന്റെ വേദയ്ക്ക് മോൾക്ക് സുഖമായിരിക്കും, തന്റെ കുഞ്ഞ് ഇപ്പോ വേദ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും, ആൺകുഞ്ഞായിരിക്കും പെൺകുഞ്ഞായിരിക്കും തനിക്ക് ജനിച്ചിട്ടുണ്ടാവുക, തന്നെ പോലെ ആയിരിക്കും വേദനെ പോലെ ആയിരിക്കും, കുഞ്ഞിപ്പോ 1 വയസ്സായിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ആലോചിച്ച് ഓരോരോ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം തന്നെ കരഞ്ഞുകൊണ്ടാണ് വിക്രം ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദനെ സഹായിക്കാൻ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞില്ലേ, ആ സുഹൃത്ത് വേദയുടെ ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട്. വേദ എക്സാം എഴുതി പാസ്സാവുന്നുണ്ട്. അത് മാത്രമല്ല വേദ ഗർഭിണി അയക്കുന്ന സമയത്ത്, ഗർഭിണിയാണല്ലോ, അപ്പൊ വേദക്ക് പ്രസവവേദന വരുമ്പോഴേക്കും ഈ പുള്ളിക്കാരത്തെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. പക്ഷെ അപ്പൊ പോലും വേദ ഈ ഒരു കാര്യം താൻ പ്രസവിച്ചെന്നും തനിക്കൊരു പെൺകുഞ്ഞാണ് ജനിച്ചതെന്നും നമ്മുടെ വീട്ടുകാരോട് ആരോടും പറയുന്നില്ല. വീട്ടുകാരുടെ എല്ലാ ബന്ധവും വേദ ഉപേക്ഷിച്ചു കേട്ടോ. നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടി മാഷും കമലയും കൂടി ജയിലിലേക്ക് വരുന്നുണ്ട്. വിക്രത്തിനെ കണ്ടതിന് ശേഷം അവർ കരഞ്ഞുകൊണ്ടിട്ടാണ് തിരിച്ചു പുറത്തേക്ക് പോണത്. നമ്മുടെ ശങ്കരനാരായണൻ ആണെങ്കിൽ വേദ എവിടെയെന്ന് അറിയാതെ ഒരുപാട് അലയുന്നുണ്ട്. 1, 2, 3 വർഷം വേദക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും വേദ എവിടെയാന്ന് നമ്മുടെ ശങ്കരനാരായണനെ പോലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വേദ വേറൊരു നാട്ടിൽ ജീവിക്കുമ്പോഴേക്കും വിക്രമാണെന്നുണ്ടെങ്കിൽ ജയിലിൽ കഴിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പുതിയ ക്യാരക്ടർ ആണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇത് മലയാളത്തിൽ നിന്ന് തമിഴിൽ നിന്ന് ഒരുപാട് വ്യത്യാസം മലയാളത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രൊമോ കാണിച്ചതിൽ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും സങ്കടകരമായിട്ടുള്ള വാർത്ത, തിങ്കളാഴ്ചയാണ് പവിത്രം 2 തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ. ഇനി 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിങ്കളാഴ്ച ആവാൻ വേണ്ടി. പക്ഷേ നമ്മളെല്ലാവരും നിരാശപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ചയല്ല, അടുത്ത തിങ്കളാഴ്ചയാണ് തുടങ്ങാൻ പോണത്. അതായത് 25-ാം തീയതി, മെയ് 25-ാം തീയതിയാണ് പവിത്രം സീസൺ 2 തുടങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോ അത് കാത്തിരുന്ന് തന്നെ കാണാൻ അത്രയും നല്ല ഭാഗങ്ങൾ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂപ്പർ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.